ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കില്ല എങ്കിലും 2025 തന്നെ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുമെന്ന് ഫെഡ് സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകൾ 1.5% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നിഫ്റ്റി 0.32% ഉയർന്ന് 22,907 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും നെറ്റ് സെല്ലറായി മാറി 1096 കോടിയുടെ സെല്ലിംഗാണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2140 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ. 2025 ഏപ്രിൽ മാസം മുതൽ ഹ്യുണ്ടായി മോട്ടോഴ്സ് അതിൻ്റെ വാഹനങ്ങൾക്ക് വില വർധനവ് നടപ്പിലാക്കുകയാണ്. 3% വരെ വില വർധനവ് നടപ്പിലാക്കിയേക്കാം. ഉയർന്ന ഇൻപുട്ട് കോസ്റ്റ്, ഉയർന്ന കോമഡിറ്റി പ്രൈസ്, അതുപോലെ തന്നെ ഓപ്പറേഷണൽ എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവ് എന്നിവ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി വില വർധനവ് നടപ്പിലാക്കുന്നത്. വിപ്രോ എന്ന കമ്പനി വേൾഡ് വൈഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് ഏജൻറ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 10,000 കോടി രൂപയുടെ ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ നൽകി. അവന്യൂ സൂപ്പർ മാർട്ട് എന്ന കമ്പനി അതിൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ അവന്യൂ ഇ കൊമേഴ്സിൽ 175 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. NHPC എന്ന കമ്പനി 2025-26 വർഷത്തിൽ 6,300 കോടി രൂപയുടെ ബോറോയിങ് പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് 150 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഡിജൻ എന്ന കമ്പനി യൂറോപ്പിൽ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി ലണ്ടനിൽ ഓഫീസ് തുറന്നിട്ടുണ്ട്. പ്രിൻസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ് എന്ന കമ്പനി ബീഹാറിലെ ബെഗുസരായിൽ പുതിയൊരു കൊമേഴ്ഷ്യൽ പ്ലാന്റ് ആരംഭിച്ചു. BMW ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ജാർഖണ്ഡിൽ ഗ്രീൻഫീൽഡ് ഡൗൺ സ്ട്രീം സ്റ്റീൽ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 803 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തും. ട്രെൻഡിൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ ബൂക്കർ ഇന്ത്യ THPL സപ്പോർട്ട് സർവീസ് എന്ന കമ്പനിയെ 166 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനി 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സെൻട്രം ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയിൽ T&S ഗ്രൂപ്പ് 2 മില്യൺ യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും. ടോറൻറ്റ് പവർ എന്ന കമ്പനി ടോറൻറ്റ് ഗ്രീൻ എനർജി എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി ഇന്ത്യൻ നേവിക്ക് വേണ്ടി സബ്മറൈനുകളിൽ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മസഗോൺ ഡോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഹഡ്സൺ ആഗ്രോ എന്ന കമ്പനി ആന്ധ്രാപ്രദേശിൽ 4000 HAP ഉള്ള ഒരു ഡെയിലി ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ അസ്ട്രാജെനിക്ക എന്ന കമ്പനിക്ക് 12 കോടി രൂപയുടെ ഇൻകം ടാക്സ് ഡിമാൻഡ് ലഭിച്ചു. സ്ട്രൈഡ്സ് ഫാർമ എന്ന കമ്പനി എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി UK യിലുള്ള സബ്സിഡറി കമ്പനിയെ ഫുള്ളി ഡിസോൾവ്ഡ് ആക്കി. MCXൽ 10 ഗ്രാം ഗോൾഡിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഏപ്രിൽ 1 തീയതി മുതൽ ആരംഭിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ MCX എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സിയഞ്ചിൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനി ബയോളജിക്സ് സെക്ടറിലെ എമർജൻറ്റ് ബയോ സൊല്യൂഷൻസ് എന്ന കമ്പനിയെ 36.5 മില്യൺ യൂറോയ്ക്ക് അക്വയർ ചെയ്തു. ഇനി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടെക്സ്മാക്കോ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹോൾഡിംഗ്. പ്രൊമോട്ടർ 50,000 ഷെയറുകൾ വാങ്ങി. വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡിൽ പ്രൊമോട്ടർ 2,000 ഷെയറുകൾ വാങ്ങി. JB കെമിക്കൽസിൽ പ്രൊമോട്ടർ 30,000 ഷെയറുകൾ വാങ്ങി. സ്റ്റീൽ സ്ട്രിപ്പ് വീൽസിൽ പ്രൊമോട്ടർ 1.6 ലക്ഷം ഷെയറുകൾ വാങ്ങി. പൂനെവാല ഫിൻകോർപ്പ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ 7 ലക്ഷം ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. അതേസമയം പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടർ 1 ലക്ഷം ഷെയറുകൾ സെൽ ചെയ്തു. ടൈം ടെക്നോപ്ലാസ്റ്റിൽ പ്രൊമോട്ടർ 54,000 ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ലാൽപത് ലാബ് എന്ന കമ്പനിയിലെ പ്രൊമോട്ടർ 20,000 ഷെയറുകൾ സെൽ ചെയ്തു. സെൻഗോ ഗോൾഡിൽ പ്രൊമോട്ടർ 80,400 ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.